ഓ അവൻ പിടിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. 2.5 മിനിറ്റിന് മേളിലായി ഇപ്പോൾ അവൻ്റെ ആ ഒരു തേരോട്ടം തുടങ്ങിയിട്ട്. സൂര്യൻ ഉദിച്ചു കേട്ടോ. അപ്പം മീനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഹതഭാഗ്യം കയറി പിടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പൂഞ്ഞാട്ടെങ്കിലും അടിച്ചാൽ മതി. നല്ലൊരു ഫൈറ്റ്. ഗൈസ് നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കൂ. കരക്കേറ്റ്. നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി. കയറി വരിക. നിന്റെ ആഗമനത്തിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കയറി വരിക. ആരായിരിക്കും? കിങ് ആണോ, ക്യൂൻ ആണോ, GT ആണോ, CT ആണോ? ഡയമണ്ട് റിവാലി ഐറ്റിന് സാധനം കേട്ടോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദുബായ് കമലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നിപ്പം കടലിൻ്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കി. ടോം ബ്രോ ഒരു ഹായ് പറഞ്ഞേ. ഹലോ. ബോണി ചേട്ടൻ ഹലോ. അപ്പം ഇന്ന് നമ്മൾ ഫുജേറയിൽ ചൂണ്ടയിടാൻ വന്നിരിക്കുകയാണ്. അത് ഡീപ് സീ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നവനിഷ ഹലോ. അപ്പോൾ നമ്മൾ അവർ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദുബായിൽ നിന്ന് വെളുപ്പിനെ 3 മണിക്ക് പോകുന്നു. അവിടെ ഫുജേറയിൽ ഡിബ്ബ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ വന്ന വഴിക്കുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് പോകാം കേട്ടോ. കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ നമ്മളിങ്ങനെ എത്തി കേട്ടോ. വിൻ്റർ സീസൺ ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ നല്ല ചാൻസ് ആണിപ്പം. അങ്ങനെ ഞങ്ങൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചൂണ്ടയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ടീംസും എതിരെ വന്നിട്ടുണ്ട്. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ അതിൻ്റെ പ്രഭകൾ നീക്കി ഉദിച്ചുയർന്നു. അപ്പോൾ നമ്മുടെ കപ്പിത്താൻ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, തിരകളെ കീറി മുറിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിലെ ഒത്ത നടുക്കാണ് കേട്ടോ. ആഴക്കടലിൽ നടുക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഫിഷിങ്ങിന് പോയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു അപ്പാപ്പൻ പറഞ്ഞു, എടാ നീ ഇനിയിപ്പോഴത്തേക്ക് കര വിട്ട് കടലിലോട്ടൊക്കെ ഒന്ന് പോയിരുന്നു ഫിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് രണ്ടും കൽപ്പിച്ചെന്ന കടലിലോട്ട് ഒത്ത കടലിൽ നടുക്ക് തന്നെ വന്നേക്കാന്ന് പറഞ്ഞ് വന്നതാണ്. അതിമനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ ഗായ്സ്. ബും. ബോണിച്ചേട്ടാ എന്നാ വലിച്ച് കരക്കേറ്റാൻ ഉദ്ദേശിക്കുന്നത്? തിമിംഗലത്തെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ടോം ബ്രോ ഇതിനകത്ത് ബൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം സ്രാവിനെ പ്രതീക്ഷിച്ചാണ് ബൈറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല ടോം ബ്രോ? സ്രാവിനെ പ്രതീക്ഷിച്ചാണ്. പൂഞ്ഞാട്ടെങ്കിലും അടിച്ചാൽ മതി. പ്രഭാതത്തിൽ മീൻ ഉണർന്നില്ലേ? ഉണരാൻ വഴിയില്ല, അലാറം അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാനും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആര് ഈ ചൂണ്ടയിടൽ മാമാങ്കം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യും, അതായത് മീനെ കരയ്ക്ക് കയറ്റുമെന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഉദിച്ചു കേട്ടോ. അപ്പം മീനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാസ്റ്റിംഗ്. ഏതെങ്കിലും ഒരുത്തൻ കയറി പിടിയടാ. റേഷൻ കട മണ്ണ വാങ്ങാൻ പോകുന്ന പറഞ്ഞു വിട്ടേക്കുന്നത്. ഏതെങ്കിലും ഒരു ഹതഭാഗ്യം കയറി പിടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഈ മാമാങ്കത്തിന് തുറക്കം കുറിച്ചിരിക്കുകയാണ്. നവനച്ചാൻ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അവനെ വലിച്ച് കരയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. സാവധാൻ. നമുക്ക് നോക്കാം അതെന്താകുമെന്ന്. നേരത്തെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കത്തില്ലല്ലോ അതാരാകും, കിങ് ആകുമോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നോക്കാം. നമ്മൾ വെയിറ്റിങ്ങിലാണ്. വലിയായിട്ട് ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലേ ചേച്ചാ? ഉണ്ടോ? ഓക്കെ, അത്യാവശ്യം സൈസാണേ. യെസ്. ജിങ്ക് വിഴുങ്ങി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച മീനിനെ കരകയറ്റി വിട്ട നവീൻ പുന്നൂസിന് അഭിനന്ദനങ്ങൾ. നോക്കൂ, ആ ജിങ്ക് ഫുള്ളായിട്ടാണ് വിഴുങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഒരു ഗ്യാപ്പിന് ശേഷം എല്ലാവരും പാട്ടും പാടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോണിച്ചേട്ടായി ഒന്ന് അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അവൻ്റെ ആ ഒരു കയറി വരവിനായിട്ട്, അവൻ്റെ ആ കടന്നു വരവിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓ അവൻ പിടിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. വിട്ടുകൊടുക്കുകയാണ്. അവൻ എത്രത്തോളം എന്താണ് നവനിശാൻ അതെന്തായിരിക്കും? ഒരു ഊഹം പറ. ട്രവൈലി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പ്. നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി. അവിടെ നോക്കൂ, മലനിരകൾ കാണുന്നുണ്ടോ? ഈ മീൻ കരയ്ക്കെത്താൻ കുറച്ച് താമസം എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യൂ. സമയമെടുക്കും. അവനങ്ങനെ വിട്ട് കൊടുത്ത് അവനെ അങ്ങനെ കളിപ്പിച്ച് അവൻ ആഴക്കടലിനടിയിൽ നിൽക്കുകയെന്ന് തോന്നുന്നു.
ഗൈസ് ഇവിടെ നോക്കി എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കപ്പോൾ ഒട്ടുമൊന്നും കാണാൻ സാധിക്കത്തില്ല. എന്തായാലും അവൻ അടിയിൽ തന്നെ ഉണ്ട് സ്റ്റിൽ. ഇപ്പോൾ നമ്മളെ വീഡിയോ ഓടാൻ തുടങ്ങിയിട്ട് 2.5 മിനിറ്റ് ആയി കേട്ടോ. കാരണം 2.5 മിനിറ്റിന് മേളിലായി ഇപ്പോൾ അവൻ്റെ ആ ഒരു തേരോട്ടം തുടങ്ങിയിട്ട്. ഓ ഓ ഓ അവൻ ശരിക്കും അങ്ങോട്ട് ആഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇതിന്ന് എങ്ങനെ നോക്കിയാൽ സ്റ്റിക്കിൻ്റെ ഒക്കെ വളവ് നോക്കിയേ. പറയൂ ആരാണ് ഹെവി സാധനമാണെന്നാണ്. എന്തായാലും നമ്മൾ കിങ് ആണോ GT ആണോ അതോ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ആണോ എന്ന് നമുക്ക് ഡയമണ്ട് ആണെങ്കിലും ശരി ഗോൾഡ് ആണെങ്കിലും ശരി സാധനം ഏകദേശം കരക്കെടുക്കാറായിട്ടുണ്ട്. ബായ് സാബ് യെസ് അവനെ നോക്കൂ അവിടെ ഒരു വെള്ളി നിറത്തിൽ തിളങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അവനാണ് അവൻ. അതിൻ്റെ ആഗമനം യെസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡയമണ്ട് ആണെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്. കയറി വരിക നിന്റെ ആഗമനത്തിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കയറി വരിക. ഓ അത്യാവശ്യം നല്ല സൈസ് കേട്ടോ. വാ അങ്ങനെ അവൻ നല്ല കഠിന പ്രയത്നത്തിനോട് കരക്കി ലാൻഡ് ചെയ്ത കേട്ടോ. അപ്പോൾ ബോണിച്ചേട്ടൻ ഒരു സാധനം അടിച്ചെടുക്കുന്നുണ്ട്. ഡയമണ്ട് റിവാലി ഐറ്റിന് സാധനം കേട്ടോ. ഗൈസ് അങ്ങനെ ഒത്തിരി നേരത്തെ പോരാട്ടത്തിനൊടുവിൽ മടുത്തായിരുന്നു ഞാൻ ശരിക്കും. അപ്പോൾ എനിക്കൊരു നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. എന്നാണെന്നും അറിയത്തില്ല, വിട്ടു പോയോ? ഇല്ലില്ല, ഉണ്ട് സ്റ്റില്ലുണ്ടേ. ഉണ്ട് നിങ്ങളെ പറ്റിക്കുന്നില്ല. ഉണ്ട് വട ചെറുതാണേലും വലുതാണേലും വലിയ സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് പണ്ട് കാരണവന്മാർ പറഞ്ഞില്ല ഡോഗ് ചന്തയ്ക്ക് പോയ ഒരു അവസ്ഥയല്ല ഇത് കരക്ക് കയറും നമുക്ക് ഇപ്പൊ കണ്ടറിയാം കേട്ടോ. നല്ലൊരു ഫൈറ്റ്. ഗൈസ് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കൂ. കേറി വേടാ ഉറപ്പിക്കാവോ? അത് കിങ് ചെറിയ കിങ്ങല്ലേ എനിക്ക് അതിന്റെ അടി പൊട്ടുവോ? വീഡിയോ എടുപ്പ് നിർത്തിയിട്ട് ബായി അതിനെ പിടിക്കാൻ പോയതിനാൽ മീനിന്റെ ലാൻഡിങ് എടുക്കാൻ സാധിച്ചില്ല. കണ്ട് വന്നിട്ട് അതൊക്കെ സന്തോഷം ഒരെണ്ണത്തെ കിട്ടിയിരിക്കുന്നു. ഞാൻ കൃതാജ്ഞനായി. അപ്പോൾ ഞാനിവിടെ താമസമെന്ത് പ്രാണസഖി എന്നുള്ള മൂളിപ്പാട്ടൊക്കെ പാടി ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് നവീനശേഷം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കരയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. നവീനശ എങ്ങനെയുണ്ട്? ഫൈറ്റിംഗ് ഉണ്ടോ? മിഡ് സൈസ് ആണെന്നാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അവൻ്റെ ആ ഒരു ലാൻഡിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങളും വെയിറ്റിങ്ങിലല്ലേ? വലിച്ചവനെ കരയ്ക്ക് കയറ്റുക. ആരായിരിക്കും? കിങ് ആണോ, ക്യൂനാണോ, GT ആണോ, CT ആണോ, BMW ആണോ? വേറെ കൂടി ആയിരിക്കും. ഇപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ആഴക്കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവൻ കയറി വരുന്നു. ഓ ബോട്ടിൻ്റെ അടിയിലോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ് ബോട്ടിനടിയിൽ പോയതിനെ വലിച്ചു കയറ്റി. പിന്നെ ഇവിടുത്തെ പ്രകൃതിയെപ്പറ്റി 2 വാക്ക് വിവരിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നോക്കി നല്ല മലയിടുക്കും കാര്യങ്ങളൊക്കെയാണ്. നല്ല അങ്ങോട്ട് നോക്കുമ്പോഴും ശാന്തത, ഇങ്ങോട്ട് നോക്കുമ്പോഴും ശാന്തത. എല്ലായിടത്തും ഒരു നല്ലൊരു കാഴ്ചയ്ക്ക് ഒരു നയനാനന്തര സുഖം നൽകുന്നൊരു കാഴ്ചയാണ്. അവിടെ നിന്ന് മറ്റൊരു ഗ്യാങ്ങും ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ വന്ന് ഡീപ് സീയിൽ വന്നിട്ട് ഇതുപോലെ ഫിഷിംഗ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരുന്ന സ്പോട്ടിൽ പെട്ടെന്ന് മീനെല്ലാം മിന്നൽ പടിമുടക്ക് നടത്തി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ലൊക്കേഷൻ ഒന്ന് മാറുവാണ്. അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ ബായ്സാപ്പ് നമ്മളെ പടം നയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ബായ് യേസ് പറഞ്ഞു. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. പിന്നെ വെള്ളത്തിന് നടുക്കായതുകൊണ്ട് അധികം ഇതിനൊന്നും പോയില്ല, പെട്ടെന്ന് മാറി. നിങ്ങൾ നോക്കിക്കേ, അവിടെയാണെങ്കിൽ ചെറിയൊരു ഇത് തീർത്തിട്ട്, ഒരു ബാരിക്കേഡ് പോലെ അത് തീർത്തിട്ട് അതിനകത്ത് മീൻ വളർത്തുന്നുണ്ട്. അതിനകത്ത് മീൻ കിടന്ന് തിളയ്ക്കുന്നുണ്ടോ? എൻ്റെ പോയിന്റ്, അതിന് തീറ്റ ഫീഡിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അവർ. അതിനകത്ത് പോയി ചൂണ്ടിട്ടാലോ. മേളിൽ കൂടെ ഇങ്ങനെ തെറിക്കുന്നത് കണ്ടോ? അതെല്ലാം വഴി ഒരു മെഷീനകത്തോട്ട് ഇട്ടിട്ട് അത് പ്രഷർ കൊടുത്തിട്ട് മേളിലോട്ട് പീരങ്കി വെടി വെക്കുന്ന പോലെ മേളിലോട്ട് വെടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മേളി വന്ന് വെട്ടുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡീപ് സീ വരുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പർ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് ഗായ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമുക്ക് ടോട്ടൽ കിട്ടിയ മീൻ കേട്ടോ.